അലൈഡ് ഹെൽത്ത് സയൻസ് കാറ്റഗറിയിൽ ഓൺലൈനായോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡലോ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഉണ്ടോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസ് കാറ്റഗറിയിൽപ്പെട്ട ഒരു കോഴ്സും ഇങ്ങനത്തെ മോഡൽ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതുകൊണ്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് കാറ്റഗറി കോഴ്സസ് എടുക്കുമ്പോൾ അതെന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പലപ്പോഴും ഈ മെഡിക്കൽ ഏരിയയിൽ പെട്ടിട്ടുള്ള കോഴ്സുകൾക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചില സ്ഥലങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഇക്വലൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അപ്രൂവൽസ് എടുക്കേണ്ടി വരും, അതിൻ്റെ ലൈസൻസ് നമ്മൾ എടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല പ്രോസസ്സുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ അതിനൊരു ഓൺലൈൻ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിഗ്രിയോ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏത് തന്നെയായാലും, അത് ചിലപ്പം നമ്മൾ പറയില്ല ഉഡായിപ്പ് സെറ്റപ്പിനകത്ത് എല്ലാ കോഴ്സുകളും ഓൺലൈനായിട്ടും ചെയ്യാം, ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അതിലൊന്നും പോയിട്ട് തല വയ്ക്കരുത്. കാരണം ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ ഇതുകൊണ്ടിട്ട് നമുക്കൊരു അബദ്ധം പറ്റിയല്ലോ എന്ന്. അവിടെ കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് കൂടി കൊണ്ടൊന്ന് ആലോചിക്കുക, നമ്മൾ എടുക്കുന്ന ഈ കോഴ്സ്, ആ കോഴ്സ് ശരിക്കും ഒരു ഓൺലൈനിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? കാരണം അലൈഡ് ഹെൽത്ത് സയൻസിലെ പല കോഴ്സുകൾക്കും ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കൂടി വേണ്ടതാണ്. ആ പ്രാക്ടിക്കൽ എക്സ്പോഷർ നമ്മൾ ഓൺലൈൻ മോഡിലും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡിലും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമോ? അതൊരു ഇന്റേൺഷിപ്പ് ഇൻബിൽറ്റ് ആയിട്ട് വരേണ്ട ഒരുപാട് കോഴ്സുകളുണ്ട്. അത്തരം കോഴ്സുകളെ പോലും ഇങ്ങനെയുള്ള മോഡുകളിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള കോഴ്സും എടുക്കാൻ. പക്ഷേ അതിനകത്ത് ഈ അലൈഡ് ഹെൽത്ത് സയൻസ് കാറ്റഗറി എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.